ശ്രീഗുരുഭ്യോ നമഃ. ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നക്ഷത്രങ്ങളുടെ ദശകളും ദശാഫലങ്ങളും. അപ്പോൾ നക്ഷത്രങ്ങളുടെ ദശകളിനെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളുടെ ദശ ആകെ 9 ഗ്രഹങ്ങളെ കണക്കാക്കി 9 ദശകളാണ് വിരിച്ചിട്ടുള്ളത്. 9 ഗ്രഹങ്ങളെ കണക്കാക്കി ആ ഓരോ ഗ്രഹങ്ങൾക്കും ഈ ദശകൾ കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പോണ പ്രകാരമാണ് അതിൻ്റെ ക്രമം. ആദ്യം ആദിത്യദശ. ആദിത്യദശയാണ് ആദ്യം. പിന്നെ അതിന് 6 വർഷമാണ് അതിൻ്റെ കാലാവധി. പിന്നെ ചന്ദ്രദശ, അതിന് 10 വർഷമാണ് അതിൻ്റെ കാലാവധി. പിന്നെ ചൊവ്വ, അതിന് 7 വർഷമാണ് അതിൻ്റെ കാലാവധി. പിന്നെ രാഹുർ ദശ, അതിന് 18 വർഷം. പിന്നെ വ്യാഴദശയാണ്. ഈ വ്യാഴദശയ്ക്ക് 16 വർഷമാണ് വ്യാഴത്തിൻ്റെ കാലാവധി. പിന്നെ ശനിദശയ്ക്ക് 19 വർഷം. പിന്നെ അടുത്തത് ബുധദശയാണ്. ബുധന് 17. കേതു, പിന്നെ കേതുവാണ്. കേതുവിന് 7 വർഷം കേതുവിന്. പിന്നെ ശുക്രന് 20 വർഷം. അങ്ങനെയാണ് ഇതിൻ്റെ ക്രമം. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് ദശയിലാണ് ഒരാൾ ജനിക്കുന്നത്? രാഹുർ ദശയിലാണ് ജനിക്കണമെങ്കിൽ അടുത്ത ദശയായിരിക്കും ആയിക്കോണേ. രാഹുർ ദശ കഴിഞ്ഞ് വ്യാഴം, ആ രാഹു കഴിഞ്ഞിട്ട് പിന്നെ വ്യാഴം, അങ്ങനെ ക്രമത്തിന് പോയി കറങ്ങി വീണ്ടും വരും. ഇതാണ് ദശകളുടേത്. പിന്നെ ഓരോ നക്ഷത്രത്തിനും നക്ഷത്ര അധിപന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഓരോ നക്ഷത്രത്തിനും നക്ഷത്ര അധിപന്മാരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ആദ്യ ദശ തുടങ്ങുന്നത്. ഓരോ നക്ഷത്ര അധിപനെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അധിപൻ ആരാന്ന് വെച്ചാൽ അയാളുടെ ദശയായിരിക്കും ഈ കുട്ടി ജനിക്കുമ്പോൾ അതിന് കിട്ടുന്നത്. ഉദാഹരണമായിട്ട് അശ്വതി നക്ഷത്രം. അശ്വതി അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ അശ്വതി, മകം, മൂലം, അതാണ് അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങൾ. അപ്പോൾ അശ്വതി, മകം, മൂലത്തിന് അതിൻ്റെ നക്ഷത്ര അധിപൻ എന്ന് പറയുന്നത് കേതുവാണ്. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്നത് കേതുർ ദശയിലായിരിക്കും. അപ്പോൾ എങ്ങനെയാ വെച്ചപ്പോൾ അശ്വിനി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അശ്വിനി നക്ഷത്രത്തിൽ എത്ര നാഴിക ചെന്നു എന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 30 നാഴിക ചെന്നു എന്നിരിക്കട്ടെ. ബാക്കി നക്ഷത്രത്തിന് 30 നാഴികയാണ് ഉള്ളത്. അപ്പോൾ കേതുവിന് എത്രയുണ്ട്? കേതുവിന് 7 വർഷം. അപ്പം അതിൻ്റെ പകുതി ആയിരിക്കും ഇയാൾക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? 3.5 വർഷം കിട്ടും. അപ്പം അതാണ് ജാതകത്തിലേക്ക് ജനനശിഷ്ടം. തലക്കുറിയിലേക്കാണ് ജനനശിഷ്ടം അല്ലെങ്കിൽ ഗർഭശിഷ്ടം. അത് എന്ന് പറഞ്ഞാൽ ഇത് കണക്കാക്കിയിട്ട് ബാക്കി കിട്ടാനുള്ളതാണ്. അപ്പോൾ കേതു, അപ്പോൾ 3.5 വർഷം കേതുവിന് കിട്ടും. 30 ആഴിക്കാണ് ജനനമെങ്കിൽ. പിന്നെ ശുക്രദശ, പിന്നെ ആദിത്യദശ, അങ്ങനെ ക്രമത്തിന് പോകും. അതാണ്. അപ്പോൾ അശ്വതിയുടെ നമുക്ക് മനസ്സിലായി. പിന്നെ ഭരണിയാണ്. ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ അനുജന്മ നക്ഷത്രം ഭരണി, പൂരം, പൂരാടം, അതാണ് അതിൻ്റെ ഭരണി, പൂരം, പൂരാടം. അത് ശുക്രദശയാണ്. മനസ്സിലായില്ലേ? ശുക്രദശയാണ് ഭരണി, പൂരം, പൂരാടത്തിനുള്ളത്. ശുക്രദശയ്ക്ക് അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്. അപ്പോൾ ഒരു കുട്ടി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ പൂരം നക്ഷത്രത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ പൂരാടത്തിൽ ജനിച്ചു, അങ്ങനെ വരുമ്പോൾ അതിന് തുടങ്ങുന്നത് ഈ ശുക്രദശയായിരിക്കും തുടങ്ങുന്നത്. പിന്നെ അടുത്തത് കാർത്തിക, ഉത്രം, ഉത്രാടം. കാർത്തിക അതിൻ്റെ അനുജന്മ നക്ഷത്രം. കാർത്തിക, പിന്നെ ഉത്രം, ഉത്രാടം എന്ന് പറഞ്ഞാൽ അനുജന്മ നക്ഷത്രം പറഞ്ഞാൽ ഇപ്പോൾ കാർത്തികയാണ് അതിൻ്റെ 10ാം നക്ഷത്രം. അതിൻ്റെ 10ാം നക്ഷത്രമാണ് അനുജന്മ നക്ഷത്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാർത്തിക, ഉത്രം, ഉത്രാടം അത് തുടങ്ങുന്നത് ആദിത്യ ദശയിലായിരിക്കും. ആദിത്യന് 6 വർഷമാണ് അതിൻ്റെ കാലാവധി. അതും ഈ പറഞ്ഞ മാതിരി എത്ര ചെന്നു എന്ന് കണക്കാക്കിയിട്ട് ബാക്കിക്കാണ് അതിനകത്ത് ജനനശിഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. ഇനി രോഹിണി, അത്തം, തിരുവോണം. രോഹിണി, അത്തം, തിരുവോണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ രോഹിണി അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളാണ്. അതിന് ചന്ദ്രദശയായിരിക്കും തുടങ്ങുന്നത്. ചന്ദ്രന് 10 വർഷമാണ് അതിൻ്റെ കാലാവധി. മനസ്സിലായില്ലേ? പിന്നെ മകീരം, ചിത്തിര, അവിട്ടം. മകീരം, ചിത്തിര, അവിട്ടത്തിന് ചൊവ്വ ദശയായിരിക്കും തുടങ്ങുന്നത്. ചൊവ്വയുടെ കാലാവധി 7 വർഷമാണ് ചൊവ്വയ്ക്ക്. പിന്നെ മകീരം, ചിത്തിര, അവിട്ടം കഴിഞ്ഞാൽ തിരുവാതിര, ചോതി, ചതയം.
തിരുവാതിര ചോതി ചതയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുർ ദശയിലായിരിക്കും തുടങ്ങുന്നത്. 18 വർഷമാണ് രാഹുവിൻ്റെ കാലാവധി. അത് ഈ പറഞ്ഞ മാതിരി എത്ര ചെന്നു എന്ന് കണക്കാക്കി ബാക്കിയാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ പുണർദം വിശാഖം പൂരുരുട്ടാതി. പുണർദം വിശ്വകം പൂരുരുട്ടാതിക്ക് അത് പുണർദത്തിൻ്റെ അനുജന്മ നക്ഷത്രമാണ് പുണർദം വിശാഖം പൂരുരുട്ടാതി. അതിന് വ്യാഴദശയായിരിക്കും തുടങ്ങുന്നത്. വ്യാഴദശയുടെ കാലാവധി എന്ന് വെച്ചാൽ 16 വർഷമാണ് വ്യാഴത്തിന്. പിന്നെ പൂയ അനിഴം ഉത്രട്ടാതി. അതിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. ആ ശനി ഒരേ നക്ഷത്രാധിപൻ്റെയാണ് ദശ തുടങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. ശനിക്ക് 19 വർഷമാണ്. മനസ്സിലായില്ലേ? പൂയ അനിഴം ഉത്രട്ടാതി നക്ഷത്രാധിപൻ ശനി, അതിന് 19 വർഷം കിട്ടും. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ മാതിരി ഓരോന്ന്. പിന്നെ ആയില്യം തൃക്കേട്ട രേവതി. ആയില്യം തൃക്കേട്ട രേവതിക്ക് ബുധദശയാണ് തുടങ്ങുന്നത്. അതിന് 17 വർഷമാണ് അതിൻ്റെ കാലാവധി. അപ്പം അതാണ് ഓരോ ദശകൾക്കും ഉള്ള ഓരോ നക്ഷത്രങ്ങളുടെ ദശകളാണ്. അപ്പോൾ എല്ലാ 27 നക്ഷത്രത്തിൻ്റെ ദശകൾ തുടങ്ങുന്നതും 9 ഗ്രഹങ്ങളുടെ ഈ ദശകളും കഴിഞ്ഞു. അങ്ങനെ 27 നക്ഷത്രങ്ങൾ ജനിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന നക്ഷത്രങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ട് ഉള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് മുതൽ നമ്മുടെ സൂര്യൻ, ആദിത്യൻ മുതൽ ശുക്രൻ വരെയുള്ള ഓരോ ദശകളുടെ ഫലങ്ങൾ, അത് നല്ല സ്ഥലത്ത് നിന്ന് എന്ത് ഫലമായിരിക്കും, ചീത്ത സ്ഥലത്ത് നിന്ന് എന്ത് ഫലമായിരിക്കും, അങ്ങനെ ഓരോ ഫലങ്ങളാണ് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ചാനൽ മുഴുവനായിട്ട് കാണാനും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. നമസ്തേ.